ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഒരു സ്പെഷ്യൽ ഇഡ്ഡലി റെസിപ്പിയാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ രാമശ്ശേരി ഇഡ്ഡലിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. ഈ ഇഡ്ഡലി പാലക്കാട് ജില്ലയിലെ രാമശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് അവർ പരമ്പരാഗതമായിട്ട് ഉണ്ടാക്കി വരുന്നൊരു തനതായ ഫുഡാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ കാണുന്നെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം വീഡിയോ ഇപ്പോൾ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. രാമശ്ശേരി ഇഡ്ഡലി ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷെ നമുക്ക് സാധാ ഇഡ്ഡലിയിൽ നിന്ന് വ്യത്യാസമായിട്ട് അത് ഉണ്ടാക്കുന്ന രീതിയും അതിൻ്റെ അളവും വളരെ വ്യത്യസ്തമാണ്. അപ്പം നമ്മൾ ആ ഒരു അളവ് കീപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു സോഫ്റ്റ്നെസ്സും ആ ഒരു ടേസ്റ്റും നമുക്ക് ലഭിക്കുള്ളൂ. അപ്പം ഞാൻ എടുക്കുന്ന ആ ഒരു അളവ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിവിടെ 4 ഗ്ലാസ് പച്ചരിക്ക് 1 ഗ്ലാസ് ഉഴുന്ന്, 1 ടേബിൾ സ്പൂൺ ഉലുവ എന്നിവയാണ് എടുത്തിട്ടുള്ളത്. തലേ ദിവസം ഒരു 8-10 മണിക്കൂർ കുതിർത്ത് വച്ചതിന് ശേഷം അരച്ചെടുക്കുക. പിറ്റേ ദിവസം രാവിലേക്ക് അത് പാകത്തിന് പുളിച്ച് വരും. അപ്പോൾ നമ്മൾ അരച്ചെടുക്കുമ്പോൾ ഒരുപാട് അരേണ്ട ആവശ്യമില്ല. ചെറിയൊരു തരിതരിയോട് കൂടി തന്നെ ഒന്ന് അരച്ചെടുക്കുക. നമുക്ക് ഇതുപോലെ നമ്മളെ കയ്യിലുള്ള പാത്രം എടുക്കുക. അതിൽ ഒരു ഇല വാട്ടിയിട്ട് ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഇതുപോലെ കുറച്ച് എണ്ണ തൂക്കി കൊടുത്തതിന് ശേഷം അതിൽ ഓരോന്നിലായിട്ട് ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ ഒന്ന് പരത്തിയെടുത്ത് ആവിയിൽ വേവിച്ചെടുക്കുക. ഏകദേശം ഇത് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പപ്പടക്കോൽ ഉപയോഗിച്ചിട്ട് ഇത് ആയോന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇത് മാറ്റി വയ്ക്കാം. ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. കണ്ടോ, നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ വേറിട്ട് കിട്ടുന്നുണ്ട്. നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇത് ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് കുറച്ച് ഉഴുന്നും കുറച്ച് ഉലുവയും മതി ഇത് തയ്യാറാക്കാൻ. അപ്പോൾ നമുക്കിത് വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.